So I will be completely going on a pink theme today. Uh, Nothing much. You can use any color you want. So let's start with the border section. So നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് ബോർഡേഴ്സ് ഇട്ട് കൊടുക്കാം. So I am using the scale and the sketch to give a little. ഞാൻ ഇതിപ്പോൾ ഇത്തിരി ഡാർക്കർ ടോണിലുള്ള സ്കെച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഉള്ളിൽ കുറച്ച് ലൈറ്റ് കളർ ആയിരിക്കും. ദിസ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് വയലറ്റ്. നിങ്ങൾക്ക് ലൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കാരണം സംടൈംസ് യു മേ ഫീൽ ലൈക്ക് എ ലിറ്റിൽ പർപ്പിളിഷ് കളർ, ബട്ട് നോ, ദിസ് ഇസ് സ്കെച്ച് പെന്നിൽ വരുന്ന ആ ഒരു പിങ്കിൻ്റെ ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കളർ ബോർഡറിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. So we are done with our borders. Taking this particular pink and ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റേജിലൊക്കെ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ ആ ഒരു പ്രോഗ്രാം, അതായത് ചിലർ ഡാൻസ് ചെയ്യുന്നുണ്ടാവും, ചിലർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് സിനാരിയോസ് വരുമ്പോൾ ഹൗ വുഡ് വി ഡു എന്നുള്ളൊരു തീമാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പം ഐ ജസ്റ്റ് യൂസിങ് ട്രയാങ്കിൾസ് ആണ് ഞാൻ ഇന്ന് കൊടുക്കുന്നത്. വെരി ബേസിക് ട്രയാങ്കിൾസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് with the borders. ഐ ഹോപ്പ് നിങ്ങളുടെ അസൈൻമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഐ നീഡ് യു ടു ഡു ഇറ്റ്. മാക്സിമം നിങ്ങൾ ലാഗ് ഇല്ലാതെ ഒപ്പം തന്നെ പോകാൻ നോക്കുക. ഞാൻ നിങ്ങൾക്ക് ഇനഫ് ടൈം തരുന്നുണ്ട് ഓരോന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. ആൻഡ് ഐ ക്യാൻ സി മെനി ഓഫ് യു പുട്ടിങ് എൻ എഫേർട്ട് ആൻഡ് ഡൂയിങ് ഇറ്റ്. ചിലർ എനിക്ക് പേഴ്സണലി അയച്ചു തരുന്നുണ്ട്. സോ ഒന്ന് മേക്ക് ഷുവർ ചെയ്യാം യു ഗൈസ് ആർ കംപ്ലീറ്റ്ലി ഗോയിങ് അലോങ് വിത്ത് അസ് എന്നുള്ളത്. ഓക്കെ, സോ നൗ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം കൂടെ കൊടുക്കാം. ഐ ഹോപ്പ് നിങ്ങൾക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പോർഷൻ ഓർമ്മയുള്ളത്. ഐ നോ നമ്മളത് കുറച്ച് ഇനീഷ്യൽ ടൈമിൽ ചെയ്തതാണ്, ബട്ട് ദറ്റ്സ് ഫൈൻ. ഐ നീഡ് യു ഗൈസ് ടു ബ്രഷ് ആൻഡ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഒക്കെ ഓരോന്ന് വരച്ച് നോക്കുക. ആൻഡ് ഇഫ് യു ആർ ക്രിയേറ്റിംഗ് സംതിങ് ന്യൂ, അല്ലെങ്കിൽ എവിടെയെങ്കിലും റെഫറൻസ് എടുത്തിട്ടോ വല്ല ഡിസൈൻ കണ്ടിട്ടോ റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു സെൻഡ് ഇറ്റ് ടു മീ ഓർ ഓൺ അവർ ഗ്രൂപ്പ്. നിങ്ങൾ ട്രൈ ചെയ്താന്ന് പറഞ്ഞ് ഇട്ടാൽ മതി കേട്ടോ.
Okay, so we are done. We are done with നമ്മുടെ ബോർഡേഴ്സ്. ലെറ്റ്സ് സ്റ്റാർട്ട് ഡൂയിങ് പെയിൻറ്റിങ്. ഓക്കെ, സോ ഞാൻ ഇനീഷ്യലി പറഞ്ഞിരുന്നു വി ആർ ഗോണ സ്റ്റാർട്ട് വിത്ത് ഒരു സ്റ്റേജ് പെർഫോമൻസ് പോലെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാൻ ഫസ്റ്റ് സെൻറ്ററിലെ ആളിനെയാണ് വരയ്ക്കുന്നത്. ആൻഡ് ഐ എം യൂസിങ് ബ്ലാക്ക്. അപ്പോൾ സെൻറ്ററിൽ ലെറ്റ്സ് so let's draw this guy. Sorry, നേരത്തെ അത് ബ്രേക്ക് ആയി പോയായിരുന്നു. So let's draw this person. Okay, alright, so this man സെൻറ്ററിൽ നിൽക്കുകയാണ്. അപ്പോൾ ഹീസ് ഫേസിങ് ടുവേർഡ്സ് ദ സെൻറ്റർ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ആൻഡ് ഐ എം ഗിവിങ് ഹെഡ്. ഓക്കെ, ഇനി ഈ പുള്ളി ലെറ്റ്സ് സേ ഒരു തബല പോലത്തത് വരയ്ക്കുകയാണ്. സോ ലെറ്റ്സ് ഡു ദാറ്റ്. ഇനി നമുക്കിതിൽ കുറച്ച് പ്രിൻ്റ് പോലെ കൊടുക്കാം. ഇനി ഇത് ഹാങ് ചെയ്യണമല്ലോ. ഇതിങ്ങനെ ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഈ പുള്ളി ഇത് വായിക്കുന്നതായിട്ട് വേണം. അങ്ങനെ കൊടുത്തു. സ്റ്റിക്കും കൊടുത്തു. സോ നമുക്ക് സെൻറ്റർ പേഴ്സൺ ഉണ്ട്. ഇനി ഈ പുള്ളിയുടെ സൈഡിൽ അനദർ പേഴ്സൺ, ഒരാളെയും കൂടെ വരയ്ക്കാം. നമ്മൾ ഇപ്പോഴത്തെ ഒരു ബാൻഡിനെയൊക്കെ വരയ്ക്കുന്നതായിട്ട് കൂട്ടിയാൽ മതി കേട്ടോ. അത് ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് ഇത്തവണ ഒരു ലേഡീനെ വരയ്ക്കാം. അപ്പോൾ ഒരു സൈഡിൽ നിൽക്കുന്ന ആളാണ്. സോ ലെറ്റ് ഹർ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് വേറൊരു സ്പെഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്, ഇത് നമ്മൾ മുന്നേ വരച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്. ഞാൻ എനിക്കിതിൻ്റെ പേരറിയില്ല. ബട്ട് ഐ സീൻ സോ മെനി ഓഫ് ദിസ് ഡിസൈൻ ബീയിങ് യൂസ്ഡ് ഓൺ വർലി. ഇങ്ങനത്തെ ഒരുപാട് പെയിൻറ്റിങ്സിൽ വരച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ല ട്രൈബൽ സ്പെസിഫിക് ഇതുള്ളതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പഠിക്കുന്ന സമയത്ത് പേര് പറഞ്ഞു തന്നിട്ടില്ല. ഇതൊരു പെർട്ടിക്കുലർ ഇൻസ്ട്രുമെൻ്റ് ആണ് പറഞ്ഞിട്ട്. ബട്ട് all my teachers, everybody used to use it very frequently. So this is a woman. ഇനി ഈ സൈഡിലും നമുക്ക് വേറെ രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് വരയ്ക്കാം. ലെറ്റ്സ് സീ. ഈ സൈഡിലോട്ട്. ഇനി ഈ ആൾ ഇങ്ങോട്ട് നോക്കുന്ന രീതിയിൽ കേട്ടോ. എന്ത് കൊടുക്കാം? ഓക്കെ, ഇവരുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മൾ പഠിച്ചില്ല, അത് കൊടുക്കാം. So this man has this instrument with him.
ഹോപ്പ് നിങ്ങൾക്കിത് കാണാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ, സിൻസ് ഇപ്പുറത്തൊരു ലേഡി ആയതുകൊണ്ട് നമുക്ക് ഇപ്പുറത്തൊരു ലേഡീനെ തന്നെ കൊടുക്കാം. കുറച്ച് ചെരിച്ച് വരാം. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ചെണ്ടൊക്കെ വരയ്ക്കാം. ഇനി നമ്മൾ ഇത്രയും കാലം കുറച്ച് മോഡേണൈസ്ഡ് ആയിട്ട് നമ്മളിവിടെ അല്ലേ വരച്ചുകൊണ്ടിരുന്നത്, നമുക്കിനി ഇവിടെ മുടി കെട്ടിക്കൊടുക്കാം. ഒരു ചേഞ്ച്. ഐ സോ ദറ്റ് റീസെൻ്റ്ലി ഒരു വർലിയുടെ സാരിയിൽ ഐ സോ ഒരു ഇങ്ങനൊരു ഹെയർ സ്റ്റൈൽ. സോ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ ലെറ്റ്സ് ട്രൈ. നമുക്കും അത് വരച്ച് നോക്കാം. ഇനി ഇവിടെ ഒരാളെയും കൂടെ. ഇനി അവർക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് കൊടുക്കാം നമുക്ക്. ഞാൻ ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ പെയിൻറ്റിങ് ഇസ് കംപ്ലീറ്റ്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് കൊടുക്കാം. സോ ഞാൻ എല്ലാവരുടെ ബോഡിക്ക് ഞാൻ പറഞ്ഞ ഒരു പിങ്ക് തീമിലാണ് ഇത്തവണ പോകുന്നത്. സോ ഐ എം ഗിവിങ് ദ പിങ്ക് ഷെയ്ഡ് ടു ദ ബോഡി. നമ്മൾ സിംഗിൾ കളറിൽ ചെയ്യുന്നതിനെക്കാട്ടിലും ഞാനിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എനിക്കിങ്ങനെ ഡബിൾ കളറിൽ ചെയ്യുമ്പോൾ, അതായത് we will give the borders in one particular color and we will give the filling in a കുറച്ച് lighter shade than the border. അപ്പോഴായിരിക്കും അതിന് കുറച്ചും കൂടെ ഒരു ഭയങ്കര ഭംഗി ഉണ്ടാവും. അപ്പം ഞാൻ ഈ വീഡിയോ ലെങ്തി ആവാതിരിക്കാനാണ് ഞാൻ ഇത്തിരി സ്പീഡിൽ കളർ ചെയ്യുന്നത്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ പേസ്, ഇപ്പോൾ ചിലരുണ്ടാവും ഭയങ്കര സ്പീഡിൽ ചെയ്യുന്നവരായിരിക്കും, പക്ഷെ ഓൾവേസ് ട്രൈ ടു ഡു ഇറ്റ് ലിറ്റിൽ സ്ലോലി. എനിക്കിത് നമ്മൾ എത്ര ഞാൻ ടൈം എടുക്കും തോറും നിങ്ങൾക്കിത് വീഡിയോ വലുതായി പോകും. സോ ദാറ്റ് വിൽ ബി ലിറ്റിൽ ഡിഫിക്കൾട്ട്. ഇപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാനും ഡിഫിക്കൾട്ടാണ്. നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ട് വരും. 3-4 പാർട്ട് തന്നെ ഒരു വീഡിയോ വരും. അപ്പോൾ അതങ്ങനെ ആവാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. സോ നമ്മൾ ഫെബ്രുവരി 1 മുതൽ അടുത്ത പെയിൻറ്റിങ് തുടങ്ങുകയാണ്. ദിസ് ഇസ് ഓൾമോസ്റ്റ് ഗോയിങ് ടു കംപ്ലീറ്റ്. ഇനി നമ്മൾ ക്യാൻവാസിൽ ചെയ്യാൻ പോവാണ്. ഇന്ന് ആക്ച്വലി ഐ വാസ് സപ്പോസ് ടു ഗിവ് യു ഗൈസ് ക്ലാസ്, ബട്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഐ എം നോട്ട് ഏബിൾ ടു ഡു എ ലൈവ് ക്ലാസ് ടുഡേ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കോമ്പൻസേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് വീക്ക് കുറച്ചധികം നേരം എടുത്തു തരാം. മറ്റേ വി വിൽ സ്റ്റാർട്ട് അറ്റ് 7:30. നമ്മൾ പ്ലെയിൻ ബ്ലാക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഈ കൈ ഇങ്ങനെ പോകുന്നതൊന്നും വിസിബിൾ ആവില്ല. ഇതുപോലെ ഡൈലൈറ്റ് തന്നെ ഡാർക്ക് കളർ കോമ്പിനേഷനിൽ പോകുമ്പോൾ നന്നായി ഓരോ അവിടെയുള്ള ഹാൻഡും എല്ലാത്തിനും നല്ല വിസിബിലിറ്റി കിട്ടും. ഞാൻ ഇനി ഈ വീക്കിൽ കണ്ടിന്യൂസ്ലി എവറി ഡേ നിങ്ങൾക്ക് ക്ലാസ് ഇടാൻ നോക്കാം. കാരണം ഐ ഫീൽ ലൈക്ക് നമ്മൾ ഇത്തിരി സ്ലോ ആവുന്നുണ്ടെന്ന്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ടൂൾസൊക്കെ ഫില്ല് ചെയ്യാം. ഹെഡ് ഫില്ല് ചെയ്യാം.
See, the painting actually looks good. നമുക്കിനി ഈ ഒരു ഭാഗം കൂടെ കളർ കൊടുക്കാം. സോ ഓക്കെ, ഇവിടെയും കൂടെ സോ ദിസ് പെയിൻറ്റിങ് ഇസ് ടെക്നിക്കലി ഓവർ. സോറി, ഞാനിവിടെ കുറച്ച് ഇത് വിടാൻ വിട്ടുപോയായിരുന്നു. ഇനി നെക്സ്റ്റ് നമുക്ക് വാർലി കഴിഞ്ഞാൽ വരുന്ന കുറച്ചുകൂടെ ഭയങ്കര ഫണ്ണായിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. പക്ഷെ അതിൽ വരയ്ക്കാൻ കുറച്ചധികം ഉണ്ട്, എന്നാലും ദറ്റ് ഇസ് വെരി വെരി ഫൺ. സോ ദിസ് ഇസ് ആ പെയിൻറ്റിംഗ് ഓഫ് ദി ഡേ.